ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഓട്ടടയാണ് കേട്ടോ. ഇതിന് ഞങ്ങൾ ഓട്ടട എന്നാണ് പറയൽ. ഇതിന് പലയിടത്തും പല പേരാണ് പറയൽ കേട്ടോ. എന്തോ കുത്തപ്പന്നോ അങ്ങനെ എന്തോ ഒക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളിവിടെ ഇതിന് ഓട്ടട എന്നാട്ടോ പറയൽ. നിങ്ങളിതിന് എന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഓട്ടടയ്ക്ക് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഒന്ന് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുത്തത്. അതിനായിട്ട് 2 തക്കാളിയും ഒരു വെല്ലുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഇതിൽ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു വയ്ക്കി. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടറാണ് ഇതിൽ വേണ്ടത്, വെളിച്ചെണ്ണ ഒന്നുമല്ല കേട്ടോ. ബട്ടറിലേക്ക് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും വെല്ലുള്ളിയും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതിൽ പച്ചമുളക് ഇടാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഞാൻ മറന്നുപോയി. ഇതാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പച്ചമുളകിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇതിലേക്ക് വെല്ലുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ചുവന്ന കളറായി വരണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ഇടുക. 2 തക്കാളി എടുക്കുക ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരു തക്കാളി ഞാൻ ഇപ്പോൾ ഇതിലിടുന്നുള്ളൂ കേട്ടോ. മറ്റേ തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ചിട്ടിട്ടാണ് വേണ്ടിയത്. തക്കാളി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് വാടാൻ വേണ്ടി വെക്കണം. കുറച്ചത് വാടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പേസ്റ്റാക്കി വെച്ച തക്കാളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലിട്ട് പൊടികളുടെ ഇത് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കട്ടോ. കാരണം പൊടികൾ എടുക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെ പൊടികളാട്ടോ എന്നുള്ളത് ഞാൻ കമൻറ്റിൽ കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിങ്ങളിവിടെ 2 ആളായതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി സെൻറ്ററിൽ അല്ല 2 സൈഡിലും ചെറിയ ഇങ്ങനെ വട്ടത്തിലാക്കി കൊടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ച് പാരുന്നുണ്ട്. ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് പാർന്നിട്ട് നമ്മൾ പിന്നെ അധികം ഇളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. അത് മെല്ലെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഓവർ കുക്ക് ആവണ്ട കേട്ടോ. ഒരു മീഡിയം ഇതിൽ ഉണ്ണിയൊന്നും നല്ലോണം കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര പണിയുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.